ഇന്നങ്ങനെ ബീബി ഹൗസിലേക്ക് അക്ബറിന്റെ ഫാമിലി വന്നിരിക്കുകയാണ്. പതിവ് പോലെ അക്ബറിനും ബിഗ് ബോസ് 2 ടാസ്ക്കാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ഫോട്ടോ പസിൽ സോൾവ് ചെയ്യുക എന്നുള്ളതും പിന്നെ ഒരു ബാലൻസിങ് ടാസ്കുമായിരുന്നു. എന്നാൽ ടാസ്ക് വളരെ ഗംഭീരമായി അതിവേഗത്തിൽ തന്നെയാണ് അക്ബർ ചെയ്തു തീർത്തത്. ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാസ്മ ടിവിയിൽ അക്ബറിന്റെ ഫാമിലി എൻട്രി ചെയ്യുന്ന വീഡിയോ അക്ബറിനായി കാണിച്ചു കൊടുത്തു. ഇത് കണ്ട അക്ബറിന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു. ആകെ വിഷമിച്ചു നിൽക്കുന്ന അക്ബറിനെയാണ് പിന്നീട് ലൈവിൽ കാണാൻ കഴിഞ്ഞത്. അക്ബർ ആഗ്രഹിച്ചതുപോലെ ഉമ്മയും ഭാര്യയുമാണ് വന്നത്. അക്ബർ വിചാരിച്ചത് ഒന്നെങ്കിൽ ഉമ്മ ഉപ്പ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഉമ്മയും വൈഫുമായിരിക്കും വരിക എന്നുള്ളത് അക്ബർ ഇടയ്ക്കിടെ പറയുന്നത് നമ്മൾ കേട്ട കാര്യമാണ്. അങ്ങനെ അവർ കവാടം കടന്നു വന്നപ്പോൾ തന്നെ അക്ബർ ആകെ നെർവസായി നിന്നു. വൈഫ് വളരെ കൂൾ ആൻഡ് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപാടെ എല്ലാവരുമായി മിങ്കിൾ ചെയ്യാനും വൈഫ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അക്ബർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ടാസ്ക് തീർത്ത് അവരുടെ അടുത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അക്ബറിനായി നൽകിയ ഫോട്ടോ പസിൽ ലാലേട്ടന്റെ 7ന്റെ പണി എന്ന ബിഗ് ബോസിന്റെ ഒരു ഫോട്ടോയായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ തന്നെ അക്ബർ അത് ചെയ്തു തീർത്തു. പിന്നീട് അക്ബറിനുണ്ടായിരുന്ന ടാസ്ക് ടബിലെ വെള്ളത്തിൽ ഒരു പ്ലേറ്റിന് മുകളിൽ ഒരു ഗ്ലാസ് എന്ന നിലയിൽ അത് ബാലൻസ് ചെയ്ത് വെപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതും വളരെ സൂക്ഷ്മമായി ഒന്നിനു മുകളിൽ ഒന്നായി അക്ബർ അടക്കി വെച്ചു. ഒരു തവണ പോലും അത് പാളിപ്പോകാതെ അക്ബർ ആ ടാസ്ക് വിൻ ചെയ്ത് ഉടനെ തന്നെ ഉമ്മയുടെയും ഭാര്യയുടെയും അടുത്തോട്ടേക്ക് ഓടി. അക്ബറിനെ കണ്ടയുടനെ തന്നെ ആദ്യം ഉമ്മയും ഭാര്യയും നടന്നു വന്നു. ആ സമയം ഭാര്യ പറഞ്ഞു, ആദ്യം ഉമ്മയുമായി സംസാരിക്കട്ടെ, ഉമ്മയുമായി കെട്ടിപ്പിടിക്കലെല്ലാം കഴിയട്ടെ, എന്നിട്ട് ഞാനുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ആദ്യം ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അക്ബറിനെയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഭാര്യയെയും ചേർത്ത് പിടിക്കാൻ അക്ബർ മറന്നില്ല. അങ്ങനെ 3 പേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. ആദ്യമായിട്ടാണ് അക്ബറിന്റെ ഉമ്മ ഫ്ലൈറ്റിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മയോട് യാത്രാവിശേഷങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് പിന്നീട് വീടെല്ലാം ചുറ്റി കാണിച്ചു കൊടുത്തു. അക്ബറിന്റെ വൈഫ് ഒരുപാട് നേരം അക്ബറുമായി സംസാരിച്ചു. ഉമ്മയും കൂടെ ചേർന്നു. ഒരുപാട് ഉപദേശങ്ങളാണ് ഉമ്മയും വൈഫും അക്ബറിനായി നൽകിയിരിക്കുന്നത്. ഗെയിമെല്ലാം വളരെ സൂപ്പറായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നിലനിർത്താൻ പറഞ്ഞു. ഗ്രൂപ്പായി കളിക്കാതെ തനിച്ച് കളിക്കാനാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീട്ടിലും നാട്ടിലുമുള്ള എല്ലാവരുടെയും അന്വേഷണങ്ങൾ അക്ബറിനെ അറിയിച്ചു. അക്ബറിന്റെ വൈഫ് പറഞ്ഞു, നന്നായി മൈൻഡ് ഗെയിം കളിച്ച് ഒന്നാമത് തന്നെ എത്തണമെന്നായിരുന്നു അക്ബറിന്റെ വൈഫ് മോട്ടിവേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ബിബിയുടെ കൂടുതൽ അപ്ഡേറ്റ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.